നമസ്കാരം. ഞാൻ സന്തോഷ്. ലൈഫ് ഫോഴ്സ് അക്കാഡമി അതുപോലെ വെൽനസ് കോച്ചാണ്. എൻ്റെ ഒരു മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ആളുകളെ നല്ല ആരോഗ്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പാതയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം. കാരണം ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് വരുവാനായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലിയെല്ലാം തേടി പല പല വഴികളിലൂടെയൊക്കെ നടക്കുന്ന സാഹചര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാനും അതുപോലെ തന്നെ ജോലിക്ക് ആവശ്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്തു. സൗദി അറേബ്യയിലാണ് ജോലി ചെയ്തത്. ഒരു 6 വർഷത്തോളം അവിടെ ജോലി ചെയ്ത് തിരിച്ച് നാട്ടിൽ വന്നിട്ട് അതിനിടയ്ക്ക് വിവാഹം കഴിച്ചു. അതിനുശേഷം നാട്ടിൽ വന്ന് മാതാപിതാക്കളോടൊപ്പം താമസിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി നാട്ടിൽ വന്ന് സെറ്റിലായി. അപ്പോൾ പല ആളുകളുടെയും അവസ്ഥകൾ കാണുവാനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ജീവിത സാഹചര്യത്തിനിടയ്ക്ക് നമുക്ക് ഉണ്ടാവുന്നുണ്ടല്ലോ. അതുപോലെ ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം ഒരു തൊഴിലൊക്കെ ചെയ്ത് ജീവിക്കാനുള്ള ഒരു മാർഗം തേടി നടന്ന സമയത്ത് ഒരു ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങി. പക്ഷെ അതൊന്നും നിത്യജീവിതത്തിനുള്ള വരുമാനങ്ങൾ കിട്ടുന്ന സാഹചര്യങ്ങളായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ആ സമയത്ത്, അതായത് 1991 മുതൽ നരസിംഹറാവുവിൻ്റെ ഭരണകാലം മുതൽ ആ സമയത്ത് ഇന്ത്യ ഭയങ്കര സാമ്പത്തിക ക്രൈസിസ് എല്ലാം നേരിട്ടിരുന്ന ഒരു സാഹചര്യമാണ്. ആ സമയത്ത് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററായിട്ട് മൻമോഹൻ സിംഗ് ഒക്കെ ഉള്ള സമയം ഇന്ത്യ ഭയങ്കരമായിട്ട് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉള്ള സമയത്ത് അന്നേരം ഞാൻ ഗൾഫിലാണ്. ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഗൾഫിലെ വരുമാനം നമ്മളെ സംബന്ധിച്ച് അത്യാവശ്യം കാര്യങ്ങളും കടങ്ങളെല്ലാം തീർക്കാനും മറ്റുള്ള കാര്യങ്ങളും സാധിച്ചിരുന്ന ഒരു കാലഘട്ടം. അത് 95 ആയപ്പോഴേക്കും വലിയൊരു മാറ്റം ഇന്ത്യയിൽ സംഭവിച്ചു. അതായത് നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് ഒരു പൊസിഷൻ തന്നെ മാറാനായിട്ട് വളരെ ഉദാരവൽക്കരണത്തിന്റെ പാതയിലേക്ക് രാജ്യം കടന്ന സമയം. അപ്പോൾ മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക ശാസ്ത്രവും നരസിംഹറാവുവിന്റെ വീക്ഷണവും, അദ്ദേഹം ഒരു ലോയറൊക്കെ ആയിരുന്നല്ലോ, നല്ലൊരു അനലൈസ് ചെയ്യുന്ന നല്ലൊരു വ്യക്തിയായിരുന്നു. ആ സാഹചര്യം, അത് അവരുടെ ഭരണകാലത്ത് ഇന്ത്യയുടെ വിദേശ രാജ്യങ്ങളിലുള്ള പല ബിസിനസ്സുകളും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ലക്ഷ്യമാക്കി വന്നു. അങ്ങനെ വന്ന കൂട്ടത്തിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയും ഈ നമ്മുടെ നാട്ടിലെത്തി. അവരാദ്യമായിട്ട്, എനിക്ക് തോന്നുന്നു അവരാണ് ആദ്യമായിട്ട് ഈ രാജ്യത്ത് ഒരു ഡയറക്ട് മാർക്കറ്റിങ്ങിന്റെ ഒരു മേഖല തുറന്നു വെച്ചവരാണ്. 98 ഞാൻ ഇവിടെ നാട്ടിൽ വന്ന് 99 നാട്ടിൽ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ഈ മൾട്ടിനാഷണൽ കമ്പനി ഡയറക്ട് മാർക്കറ്റിലേക്ക് നല്ല രീതിയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമാണ്. 98 അവർ കടന്നു വന്നു. 99 ഞാൻ തിരികെ വന്ന് ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ബിസിനസ്സും ഞാൻ അതിനകത്ത് സ്വീകരിച്ചു. കാരണം അവർക്ക് FMCG ആണ്. FMCG മേഖലയിൽ അവർ എല്ലാ ഇതും കൊണ്ടുവന്നു. അങ്ങനെ കുറച്ച് പ്രോഡക്റ്റ് വന്നു. അതിനുശേഷം ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി മേഖലയിലേക്കും കുറേയധികം പ്രോഡക്റ്റുകൾ കൊണ്ടുവന്നു. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി. കാരണം വിലയെല്ലാം ഡോളറിൽ കൺവേർഷൻ ആയതുകൊണ്ട് അവർക്ക് ഇന്ന് ഇന്ത്യയിൽ അന്നേരം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തില്ല. US നിന്ന് കൊണ്ടുവരുന്ന പ്രോഡക്റ്റുകളെല്ലാം പരിചയപ്പെടുത്തി നല്ല പ്രോഡക്റ്റുകളാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിവിധ തരത്തിലുള്ള പ്രോഡക്റ്റുകൾ കണ്ട് നല്ല ലിക്വിഡായിട്ടുള്ള ക്ലീനിങ്ങും അതുപോലെ തന്നെ ലിക്വിഡായിട്ടുള്ള ഡിഷ് വാഷുകൾ, പിന്നെ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടിയിലേക്കാണെങ്കിൽ നല്ല വിലയുള്ള സംഗതികൾ. അപ്പോൾ അത് നമുക്ക് വിൽക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി വിൽക്കാം. അത് അവരൊക്കെ വാങ്ങി ഉപയോഗിക്കട്ടെ. നമ്മളെന്തായാലും അത് വിറ്റ് ലാഭം എടുക്കാന്നുള്ള രീതിയിൽ നമ്മൾ ആ ബിസിനസ്സിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു. അത് ഡയറക്ട് മാർക്കറ്റ് ചെയ്തുകൊണ്ട് ഗ്രൂപ്പൊക്കെ നമുക്ക് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നല്ല ട്രെയിനിങ്ങുകളും നല്ല പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്താണ് രണ്ടാമത്തെ മകൻ ഉണ്ടാവുന്ന സമയം 2000. അപ്പോൾ ആ സമയത്ത് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുട്ടി ഉണ്ടായി, വലിയ കുഴപ്പങ്ങളെല്ലാം നല്ല രീതിയിൽ ആ കുട്ടി ഒരു 3 വയസ്സൊക്കെ ആവാറായപ്പോൾ രണ്ടാമത്തെ മകൻ ജനിക്കുന്നത്. ആ സമയത്ത് ജനനം മുതൽ തന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കുട്ടിക്ക്. ഇപ്പോൾ ഹോസ്പിറ്റലായിട്ട് അവിടെ തന്നെ ജനിച്ച സമയം മുതൽ തന്നെ കുറേയധികം ദിവസം ഹോസ്പിറ്റൽ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇത് ബന്ധപ്പെട്ട് നമ്മൾ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വരുന്ന സമയത്താണ് പല ആളുകളും അനുഭവിക്കുന്ന ആരോഗ്യത്തിന്റെ വിഷയങ്ങൾ, വീട്ടിലുള്ളവർക്കുള്ള വിഷയങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഞാൻ എന്തുകൊണ്ട് നല്ലൊരു ബിസിനസ്സാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. അതിന് ഏറ്റവും നല്ല ഹെൽത്തിന്റെ പ്രോഡക്റ്റുകളുണ്ട്, സപ്ലിമെന്റ്സ് ഉണ്ട്, ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സും ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞാൻ പല ആളുകൾക്കും കൊടുക്കാറുണ്ട്. അവർക്ക് പല രീതിയിലുള്ള അസ്വസ്ഥതകളും പല പ്രശ്നങ്ങളും മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ തന്നെ കൂട്ടുകാർക്കും നമ്മുടെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാം നല്ല ആ ഒരു റിസൾട്ട് കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷെ നമ്മൾ ഇതിന്റെ വിലയൊക്കെ ഓർത്ത് നമ്മുടെ വരുമാനം പരിമിതമായതുകൊണ്ട് കിട്ടുന്ന പൈസകളും മറ്റു കാര്യങ്ങൾക്കെല്ലാം തികയാതെ വരുന്നതുകൊണ്ടും നമ്മളതെല്ലാം നമ്മളെ ഒരു അപ്രാപ്യമായുള്ള രീതിയിൽ മാറ്റി വെച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഈ കുട്ടിയുടെ ആ അസുഖം വിട്ടുമാറുവാനും, അപ്പോൾ കുട്ടിയുടെ അമ്മയ്ക്ക് ഉണ്ടാവേണ്ട ഹെൽത്ത് ഡെവലപ്പ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത്. അത് എന്തുകൊണ്ട് എനിക്ക് പരീക്ഷിച്ചുകൂടാ എന്നുള്ള ഒരു ഉത്തമ ബോധ്യം എനിക്കുണ്ടായി. അപ്പൊ അങ്ങനെ ഞാൻ നമ്മുടെ വീട്ടിലും അതുപോലുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങി.
അപ്പോൾ എല്ലാം ഏകദേശം 100% പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാനുള്ള ഒരു മാനസിക നിലയിലേക്ക് എത്തി. അത് ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. കാരണം ഞാൻ ആത്മാർത്ഥമായിട്ട് ഒരാളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ഞാൻ പ്രാക്ടീസ് ചെയ്യാത്ത ഒരു കാര്യം ഞാൻ ഒരിക്കലും ഒരാളോടും പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നൊരു തിരിച്ചറിവ് അപ്പോൾ ഉണ്ടായി. അതുവരെ എനിക്ക് റിസൾട്ടുകൾ എൻ്റെ ബിസിനസ്സും ഡെവലപ്മെന്റും കുറവായിരുന്നു. വീട്ടിലുള്ള ഹെൽത്ത് ഇഷ്യൂസുകളെല്ലാം അങ്ങനെ തന്നെ നിലനിൽക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം. പക്ഷെ ആ തിരിച്ചറിവിലൂടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അതെല്ലാം ഞാൻ എന്താണോ പറയുന്നത് അതെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അത് മറ്റുള്ളവർക്ക് ആത്മാർത്ഥതയോടുകൂടി റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി. ആ സാഹചര്യത്തിൽ ടോട്ടൽ ഫിനാൻഷ്യലി മാറ്റം വന്നു. അതുപോലെ തന്നെ ഹെൽത്തിൽ മാറ്റം, എല്ലാവരുടെയും വീട്ടിലുള്ള ഫാമിലി അംഗങ്ങളുടെ എല്ലാ ഹെൽത്തിലും നല്ല മാറ്റങ്ങൾ ഉണ്ടായി. അതുവരെ എല്ലാം മിക്കവാറും ഹോസ്പിറ്റലിലും ക്ലിനിക്കിലും ഒരു കുടുംബ ഡോക്ടർ എന്നൊക്കെ പറയുന്ന രീതിയിൽ തന്നെ ഡോക്ടറൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഡോക്ടറെ കാണണ്ടാത്ത ഒരു അവസ്ഥയിലേക്ക് 1 വർഷം കൊണ്ട് എനിക്ക് മാറിയെടുക്കാനായിട്ട് സാധിച്ചു. അപ്പൊ അതിനകത്തുള്ള ഒരു കോൺഫിഡൻസ് വളരെ വലുതായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള കിട്ടിയ ആ അനുഭവം എന്തുകൊണ്ട് ഞാൻ ഞാൻ എൻ്റെ പുതിയ ബിസിനസ് ഇതുപോലെ തന്നെ ഡിജിറ്റൽ മേഖലയിലേക്കുള്ള ബിസിനസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്ന സമയത്ത് മറ്റേ ഞാൻ നിരവധി ആളുകൾക്കെല്ലാം ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ സാധാരണ രീതിയിൽ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറൊന്നല്ലല്ലോ, നമ്മൾക്ക് കിട്ടുന്ന അറിവുകളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമ്മളെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടുകാർക്കോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന സമൂഹത്തിലുള്ള ആളുകൾക്കോ ഒന്നും അറിയില്ല. അപ്പോ അത് ഒരു ചലഞ്ചസ് ആയിരുന്നു. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ, അങ്ങനെ നമ്മൾ സ്വീകാര്യത കുറവായിരുന്ന സന്ദർഭങ്ങൾ. ഈ ഡിജിറ്റൽ മേഖലയിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരു 10-25 വർഷക്കാലം എനിക്ക് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി, ഈ പറഞ്ഞ പോലെ തന്നെ FMCG മേഖലയിലെല്ലാം നല്ല അറിവും പരിചയവും അതിന്റെ വിപണന തന്ത്രങ്ങളും എല്ലാം അറിയാവുന്ന സാഹചര്യമാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഓട്ടോമൊബൈൽ സ്പെയറിന്റെ ബിസിനസ്സുകളും മറ്റ് പല ബിസിനസ്സുകളും അതിൻ്റെ ഒപ്പം റൺ ചെയ്തുകൊണ്ടിരുന്നു. ഫിനാൻഷ്യൽ മേഖലയിലുള്ള ബിസിനസ്സുകളെല്ലാം റൺ ചെയ്തുകൊണ്ടിരുന്നു. ഈ അടുത്ത സമയത്ത് ഞാൻ ഈ ഡിജിറ്റൽ മേഖലയിൽ ഇങ്ങനെയുള്ള അവസരങ്ങളെല്ലാം മനസ്സിലാക്കി കടന്നു വന്നപ്പോൾ എന്തുകൊണ്ട് എൻ്റെ ഒരു നിഷായിട്ട് എൻ്റെ ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഈ ഒരു ഹെൽത്തിന്റെ മേഖല എന്തുകൊണ്ട് തിരഞ്ഞെടുക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. പലതിനെ പറ്റി ഒരു ആശങ്കകളുണ്ടായിരുന്നു. എന്തൊക്കെ തിരഞ്ഞെടുക്കണം, ഏതൊക്കെ തിരഞ്ഞെടുക്കണം എന്നുള്ള ആശങ്കകളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവസാനവും ഞാൻ തിരഞ്ഞെടുക്കാൻ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള ഒരു കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മുടെയൊക്കെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ സമകാലീനരായിട്ടുള്ള ആളുകളെല്ലാം വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നമ്മെ വിട്ടു പിരിഞ്ഞു പോകുന്ന അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചില സാഹചര്യങ്ങളെല്ലാം നമുക്ക് കാണാനും കഴിയും. അവർക്കൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവരോടൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇന്ന സാധനങ്ങൾ ഉപയോഗിച്ചാൽ നിനക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് കയറിപ്പോരാം, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ചെറിയൊരു ഫുഡ് ഹാബിറ്റുകളൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ആ പ്രശ്നം പരിഹരിക്കും. അത് പല രീതിയിലുള്ള, കാരണം ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ് മിക്ക ആളുകളുടെയും രോഗ പ്രശ്നങ്ങൾക്ക് കാരണം. അപ്പൊ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ പിന്തുടരാൻ നമ്മൾ പറയുമ്പോൾ നമുക്ക് എന്ത് ആധികാരികതയാണ് ഉള്ളതെന്നാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇന്ന് പലരും ഭൂമിയിലില്ല. അപ്പൊ നമ്മുടെ ഏജിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ, എൻ്റെ ഏജിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ പലരും ഒരു അകാല വാർദ്ധക്യമൊക്കെ ബാധിച്ച് നമ്മളിപ്പോൾ കാര്യം ചുറുചുറുക്ക് കുറവൊക്കെ ആയിട്ടൊക്കെ നടക്കുന്ന കാണുമ്പോഴും നമുക്ക് തോന്നാറുണ്ട് അവർക്കും ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ മരിക്കുന്നവരെ, ഈ ആയുസ് നീട്ടി കൊടുക്കാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല. മരിക്കുന്നവരെ നല്ല ആരോഗ്യത്തോടു കൂടി അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഇന്നുണ്ട്. കാരണം സയൻസ് അത്രമാത്രം ഡെവലപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് മേഖലയിൽ അത്രമാത്രം ഗവേഷണങ്ങളെല്ലാം നടക്കുന്നു. പക്ഷെ ഒരു ഡോക്ടർ പറയുമ്പോൾ ആ കാര്യങ്ങൾ കൂടുതൽ സ്വീകാര്യമായിട്ട് അവർ സ്വീകരിക്കുകയും ഡോക്ടർമാർ ചികിത്സിക്കുന്ന അവസ്ഥകളിൽ നിരവധി ആളുകൾ ഇന്ന് ചികിത്സയുടെ പിഴവുകൾ മൂലവും അതുപോലെ പല കാരണങ്ങളാലും മരണപ്പെട്ടു പോകുന്നുണ്ട്. അതൊന്നും ആളുകൾക്ക് വിഷയമല്ലാത്ത ഒരു സാഹചര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അത് എന്നെ ശരിക്ക് ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. എന്തുകൊണ്ട് നമ്മൾ വേണ്ടപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഈ കാര്യങ്ങൾ അവരെന്തുകൊണ്ട് അത് സ്വീകരിക്കുന്നില്ല? അപ്പൊ അവർ ഒരുപക്ഷെ നമ്മുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്. എന്തോരം റോങ് ആയിട്ടുള്ള ഡിസിഷൻ കൊണ്ട് ജഡ്ജിമാരെടുക്കുന്ന തീരുമാനം കൊണ്ട് എന്തോരം ആളുകൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നുണ്ട്. എത്രയോ ഡോക്ടർമാർ ചികിത്സിക്കുന്ന ആളുകൾക്ക് മരണം സംഭവിക്കുന്നു, പിഴവുകൾ സംഭവിക്കുന്നുണ്ട്. ശസ്ത്രക്രിയകളെല്ലാം 100% വിജയിക്കുന്നുണ്ട് ഇല്ല. അതുപോലെ നിരവധി എല്ലാ മേഖലകളിലും പാണ്ഡിത്യം ഉണ്ടായിട്ടാണ് എല്ലാ ആൾക്കാരും. ഇപ്പൊ കൃഷി ശാസ്ത്രജ്ഞന്മാരല്ലല്ലോ ഈ കൃഷിയിലും വയലുകളിൽ നെല്ലും അതുപോലുള്ള വിളകളും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത്. സാധാരണ ജനങ്ങളല്ലേ, അവരുടെ ലൈഫിലുള്ള എക്സ്പീരിയൻസ് കൊണ്ടല്ലേ അതെല്ലാം സാധിക്കുന്നത്. അപ്പൊ എനിക്ക് ഈ ഇതിനകത്തൊരു നിർദ്ദേശം വെക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ആളുകൾക്ക് എന്താണോ നമ്മൾക്ക് വിശ്വാസമുള്ള ആളുകൾ നമ്മളോട് പറയുന്നതിൽ അതിനകത്ത് അവരുടെ ബാക്ക് ഹിസ്റ്ററിയൊക്കെ ഒന്ന് പരിശോധിക്കുക, അവരുടെ റോൾ മോഡൽ ആണോ എന്ന് അവരെ ചെക്ക് ചെയ്യുക, അവരെ ക്രോസ് ചെക്ക് ചെയ്യുക. അങ്ങനെയെല്ലാം ചെയ്തിട്ട് അത് നല്ലതാണെങ്കിൽ എന്തുകൊണ്ട് സ്വീകരിക്കാൻ പാടില്ല? പിന്നെ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. എല്ലാ കാര്യങ്ങളും ഒന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം യൂട്യൂബിലേക്ക് ഇന്ന് ആൾക്കാർ ഒരുപാട് അവരുടെ മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട്, അവർക്ക് വ്യൂസ് കിട്ടാനും ഒക്കെ ആയിട്ട്
ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുത്തിയൊക്കെ വരുന്നുണ്ട്. ഒരുപാട് അത് തേച്ചാൽ കൊള്ളാം, ഇത് തേച്ചാൽ കൊള്ളാം, അത് കഴിച്ചാൽ കൊള്ളാം എന്നെല്ലാം പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അവരെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500-ലധികം സയന്റിസ്റ്റുകളും 50-ലധികം ഗവേഷണ കേന്ദ്രങ്ങളും ഇന്ത്യയിൽ തന്നെ മാർക്കറ്റിങ്ങും എല്ലാം ഉണ്ട്. നല്ല രീതിയിൽ തന്നെ ഗവൺമെന്റ് അംഗീകരിച്ച് വിപണന മേഖല പോലെ തന്നെ അതിന്റെ ശാസ്ത്രീയ വശങ്ങളെല്ലാം പരീക്ഷിച്ചിട്ടുള്ള ന്യൂട്രീഷണൽ പ്രോഡക്റ്റുകളാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എന്റെ ജീവിതത്തിൽ തന്നെ റിസൾട്ടുകളുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പല റെമഡികളും ഇന്ന് പല രോഗത്തിനും റെമഡി ആയിട്ട് നമുക്ക് ഈ ന്യൂട്രീഷണൽ ഹോളിസ്റ്റിക് വെൽനസ് ട്രീറ്റ്മെന്റുകൾ നമുക്ക് പരീക്ഷിക്കാം. അതും പ്രൂവൺ ആണെല്ലാം. അതും നമ്മൾ പരീക്ഷ അറിഞ്ഞിട്ട് മാത്രമേ ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ. ടെസ്റ്റിമോണിയൽസ് ഒക്കെ നമുക്ക് നിരവധി നിരത്താനായിട്ട് ആ കാര്യത്തിലുണ്ട്. അതുപോലെ നമുക്കറിയാം ചെറുപ്പക്കാർ 20 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഇന്ന് ഒരുപാട് ദന്താസ്പത്രി നോക്കിക്കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ഡെന്റൽ ഡോക്ടർമാരുടെ അടുത്ത് നല്ല ക്യൂ ആണ്. പല്ലിനുള്ള കേടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. കാരണം 20 വയസ്സ് കഴിഞ്ഞാൽ കാൽസ്യം നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യില്ല. അപ്പോൾ കാൽസ്യത്തിന്റെ അഭാവം വരുമ്പോൾ നമുക്ക് എല്ലുകളുടെ ബലം കുറയും, ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള അസുഖങ്ങൾ വരും, പല്ലിന്റെയൊക്കെ ഡെൻസിറ്റി, കാൽസ്യത്തിന്റെ ഡെപ്പോസിറ്റ് കുറയും. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന മഗ്നീഷ്യത്തിന്റെ അഭാവം കൊണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ, അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ അഭാവം കൊണ്ട് നമ്മുടെ ഡൈജഷൻ പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ നമ്മൾ കുടിക്കുന്ന ജലം അത് വളരെയധികം മാലിന്യം നിറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് അസിഡിക് ആയിട്ടുള്ള നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയിൽ നമ്മുടെ മണ്ണ് തന്നെ അസിഡിക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ വിളകളെല്ലാം വളരെ കുറയുന്നതും രാസവളങ്ങളുടെയൊക്കെ അമിതമായ പ്രയോഗം വേണ്ടി വരുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ കാൽസ്യം പൊതുവേ നമ്മുടെ മണ്ണിൽ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ കുമ്മായം എല്ലാം നമ്മുടെ മണ്ണിൽ നമ്മൾ ആവശ്യത്തിലേക്ക് ചേർത്ത് കൊടുത്തുകൊണ്ട് പോകുന്നത്. അതൊന്നും ശാസ്ത്രീയമായ റേഷ്യോയിലേക്കാണോ എല്ലാവരും ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷെ നമ്മൾ സപ്ലിമെന്റ് ആയിട്ട് നമ്മളൊരു പശുവിനെ വളർത്തിയാൽ പോലും നമ്മൾ സപ്ലിമെന്റ് ആയിട്ട് പശുവിന് പിണ്ണാക്കും മറ്റു സാധനങ്ങളും എല്ലാം വാങ്ങി നമ്മൾ കൊടുക്കുന്നുണ്ട്. കാൽസ്യം ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് പാല് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതൊക്കെ വീണു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മൾ മനുഷ്യർ ശരിക്കും നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന സാധാരണ ഫുഡിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള 80% പോലും കിട്ടുന്നില്ല. ബാക്കി 20% കൊണ്ട് നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. അപ്പോൾ അത്തരത്തില് അന്തരീക്ഷം പൊല്യൂഷൻ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമല്ല. കാരണം നിരവധി നമുക്കറിയാം ഇന്ന് വീടുകൾ, കേരളത്തിന്റെ ജനസാന്ദ്രത എന്ന് പറഞ്ഞാൽ വളരെയധികം തിങ്ങിപ്പാർക്കുന്ന ഒരു സംവിധാനങ്ങളാണ്. മറ്റു സ്റ്റേറ്റുകളിലൊന്നും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളില്ല. അപ്പൊ ഇവിടുത്തെ നമ്മുടെ വെള്ളം ഒരുപാട് മലിനമാക്കപ്പെട്ടു. കാരണം നമുക്ക് ടോയ്ലറ്റ് അറിയാം, സെപ്റ്റി ടാങ്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. ഓരോ വീട്ടിലെയും സെപ്റ്റി ടാങ്കിൽ തന്നെ ഒരു 1000-1500 ലിറ്റർ വെച്ച് അവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കഴിഞ്ഞ നമ്മുടെ ഈ വെള്ളപ്പൊക്കത്തിന്റെ കാലത്തിൽ നമുക്ക് 2019 നമുക്ക് മനസ്സിലാക്കിയതാണ്. ഇതെല്ലാം പൊട്ടി ഒലിച്ച് നമ്മുടെ നദികളും എല്ലാം മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫിനോൾ പോലുള്ള രാസവസ്തുക്കളെല്ലാം നമ്മുടെ ബാക്ടീരിയകളെല്ലാം നശിപ്പിച്ച് നമ്മൾ അത് സൂക്ഷിച്ചു വെക്കാൻ ഒരിക്കലും കേടാവാതെ സംഭരണിയായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം സാഹചര്യത്തിൽ നമുക്ക് എത്രത്തോളം ശുദ്ധമായ ജലം നമുക്ക് കുടിക്കാൻ കിട്ടുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനെല്ലാം റെമഡി ആയിട്ടാണ് നമ്മൾ ആൽക്കലൈൻ വാട്ടറിന്റെ ഒക്കെ ഉപയോഗം നമ്മൾ ഇന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശരീരത്തിൽ അസിഡിക് ആവുന്നതിനെ നമുക്ക് അസിഡിക് മാറ്റാനായിട്ട് ആ നമ്മുടെ ആസിഡായിട്ട് വരുന്ന സംഗതികളെ മാറ്റാനായിട്ട് ആൽക്കലൈൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കോശങ്ങളുടെ വളർച്ചയും പെരുകലും നടക്കുന്നത് ഈ അസിഡിക് ആയിട്ടുള്ള ശരീരത്തിലാണ്. പഞ്ചസാര അതിനൊരു വളമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കും. അപ്പൊ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വളരാനുള്ള മെയിൻ കാരണം തന്നെ അതാണ്. അപ്പൊ അതിനെല്ലാം നമുക്ക് ഇന്ന് സൊല്യൂഷൻസ് നമുക്കുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ അസുഖങ്ങളെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിന്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ എന്താണ്, അതിന് ന്യൂട്രീഷണൽ റെമഡി എന്താണ്, അതുപോലെ തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വന്നിട്ട് നമ്മുടെ മുട്ടിന്റെ ഒക്കെ ജോയിന്റ് തേയ്മാനം കൊടുക്കുന്ന ആളുകൾ ഇന്ന് ഇപ്പൊ എന്റെ ഈ അടുത്ത ദിവസം തന്നെ എനിക്കറിയാവുന്ന 3 പേര് 2 ലക്ഷം രൂപ വെച്ച് കൊടുത്തിട്ട് ഓരോ മുട്ട് മാറ്റി വെച്ചു. ഞാൻ ഒരാൾ ഹിപ്പ് മാറ്റി വെക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇതെല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് നമ്മൾക്ക് ഇന്ന് സമ്പത്തുള്ള ആളുകളെ നമുക്ക് കാണാം, പക്ഷെ അവർക്ക് ഈ ആരോഗ്യ മേഖലയിൽ വിവരം കുറവായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് കാശുണ്ട്, ഭക്ഷണം കഴിക്കാനാവില്ല. സമ്പത്ത് ഒരുപാടുണ്ട്, പക്ഷെ ഒരു നേരത്തെ ആഹാരം കഴിക്കാനായിട്ട് പറ്റില്ല. ആ തരം സ്ഥിതിവിശേഷങ്ങൾ മാറണമെങ്കിൽ ശരിക്ക് ഒരു അവബോധം നമുക്ക് ആവശ്യമാണ്. ആരോഗ്യത്തെക്കുറിച്ച് നല്ലൊരു അവബോധം നമുക്ക് ആവശ്യമാണ്. അത് എന്തൊക്കെ രീതിയിൽ നാച്ചുറലായിട്ട് എങ്ങനെ നേടാൻ പറ്റും? നാച്ചുറലായിട്ടുള്ള രീതികൾ ആണെങ്കിൽ മാത്രമാണ് അതിനൊരു പരിഹാരം ശാശ്വതമായിട്ടുണ്ടാവുള്ളൂ. ഇന്ന് ഒരുപാട് വില കുറഞ്ഞ കെമിക്കൽസ് കൊണ്ടുള്ള ഒരുപാട് വൈറ്റമിൻസും മിനറൽസും എല്ലാം സഡൻ മാർക്കറ്റിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇൻസ്റ്റന്റ് ആണ് അതെല്ലാം. പെട്ടെന്ന് ആക്ഷനും കിട്ടും, പക്ഷെ അതുപോലെ റിയാക്ഷനും കിട്ടുന്നുണ്ടാവും. തെറ്റല്ല അതൊന്നും നമ്മൾ വേണ്ടാന്ന് പറയുന്നില്ല. ഡോക്ടർമാർ എഴുതുന്നതെല്ലാം നമ്മൾ മേടിച്ച് കഴിക്കുന്നുണ്ടാവും. അതിന്റെ ഗുണമോ ദോഷവശങ്ങളോ ഒന്നും ഒരുപക്ഷെ അവർ പറഞ്ഞു തരുന്നുണ്ടാവില്ല. ചില ടിപ്പുകൾ കൊണ്ട് നമുക്ക് ചില കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഓവർകം ചെയ്ത് പോരാൻ പറ്റുന്നുണ്ടാവും.
അപ്പൊ അത്തരം കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഒരായിരക്കണക്കിന് ആളുകളെ ഈ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ ആരോഗ്യവും അവരുടെ സാമ്പത്തിക ശേഷിയും അവരുടെ സമാധാനത്തിന്റെ മാർഗത്തിലേക്കുള്ള സമാധാനത്തിനാണ് ഇന്ന് രാജയോഗ പോലുള്ള മെഡിറ്റേഷൻ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കുകളെല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന ആളുകൾക്ക് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അവരെ പ്രചോദിപ്പിച്ചുകൊണ്ട് അവരുടെ സമ്പത്തിന് വേണ്ട കാര്യങ്ങളും നമുക്ക് ലൈഫിലുള്ള എക്സ്പീരിയൻസ് കൊണ്ട് നല്ല നിക്ഷേപങ്ങൾ നടത്താനുള്ള കാര്യങ്ങൾ, അത് എവിടെയെല്ലാം എങ്ങനെ സുരക്ഷിതമായിട്ട് നിക്ഷേപിക്കാം, അതിന് എത്രത്തോളം ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഏത് മാർക്കറ്റിൽ നിക്ഷേപിച്ചാൽ നമുക്ക് വരുമാനം കിട്ടും, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. മെഡിറ്റേഷന്റെ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ റിലാക്സ് ചെയ്യാനായിട്ട് ഞാനൊരു ഫാം ടൂറിസം പോലും തുടങ്ങി വെച്ചിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്കൊക്കെ അതിനകത്തേക്ക് ആക്സസ് കിട്ടുന്നുണ്ട്. അവർക്ക് അവിടെ ഒന്ന് സുഖമായിട്ട് ചെലവഴിക്കാൻ മെഡിറ്റേഷൻ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പൊ നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് എല്ലാവരും നമ്മൾ പരസ്പരം അറിയാവുന്ന കാര്യങ്ങളെല്ലാം പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് നമ്മൾ പരസ്പരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ അതെല്ലാം മനസ്സിലാക്കിയ കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് പരസ്പരം സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയാൽ എത്ര സുന്ദരമായിരിക്കും എന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വിയോജിപ്പുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ സത്യത്തിൽ സംഭവിക്കാൻ പോകുന്നതല്ലെങ്കിലോ അല്ലെങ്കിൽ സംഭവിക്കാത്ത കാര്യങ്ങളാണോ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ധൈര്യപൂർവ്വം നിങ്ങൾ ഈ കമന്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് എനിക്ക് പരിവർത്തനം ചെയ്തുകൊണ്ട് എന്താണ് ആവശ്യമെന്ന് അറിഞ്ഞുകൊണ്ട് എനിക്കും അതനുസരിച്ച് പ്രവർത്തനങ്ങളെ മാറ്റിയും നന്നാക്കിയും എല്ലാം ചിട്ടപ്പെടുത്തിയും എല്ലാം പോകാനായിട്ട് എനിക്കൊരു പ്രചോദനമായിരിക്കും. ഇത് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുന്നതിനും ബുദ്ധിമുട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അത് എന്നെ അറിയിക്കാനായിട്ട് എൻ്റെ നമ്പറും താഴെ ഉണ്ടാവും. അപ്പൊ ആ നമ്പറിലൂടെ അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ചുള്ള യാത്ര ഇനിയും ദീർഘദൂരം മുന്നോട്ട് പോകാനുണ്ട്. നല്ലൊരു ജീവിതമാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഈ ഭൂമിയിൽ ഇന്ന് നമുക്കറിയാം കലികാലത്ത് എല്ലാ സൗഭാഗ്യങ്ങളും നമ്മുടെ പൂർവികർക്കൊന്നും ഡിജിറ്റൽ യുഗത്തിലൊന്നും ജീവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. കിലോമീറ്റർ കണക്കിനൊക്കെ നമ്മളൊക്കെ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സന്ദേശങ്ങളും കൈമാറാനായിട്ട് ബസ് യാത്രയൊക്കെ ചെയ്തത്. ഇന്ന് നിമിഷ നേരം കൊണ്ട് മൊബൈൽ വഴിയും അതുപോലെ തന്നെ പല സാഹചര്യത്തിലും വണ്ടികളൊക്കെ നല്ല സ്പീഡുള്ള വാഹനങ്ങൾ ഇറങ്ങി, ഇലക്ട്രിക് വാഹനങ്ങൾ ഇറങ്ങി, അത്രയും സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെല്ലാം ആഘോഷിച്ചുകൊണ്ട് നല്ല ആരോഗ്യത്തോടു കൂടി, പൂർണ്ണ ആരോഗ്യത്തോടു കൂടി, നല്ല മനസ്സമാധാനത്തോടു കൂടി, നല്ല ചിന്താധാരകളോടുകൂടി നമുക്ക് മുന്നോട്ട് പോയാൽ എല്ലാവർക്കും സുഖമായിട്ട് ഈ ഭൂമിയിലുള്ള വിഭവങ്ങൾ എൻജോയ് ചെയ്യാം. നന്ദി, നമസ്കാരം. എന്തായാലും ഇത്ര നേരം എന്നെ കേട്ടു, ക്ഷമയോടുകൂടി കേട്ടതിന് നന്ദി. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. നന്ദി, നമസ്കാരം. Please like, comment, subscribe my YouTube channel.